PSC ക്രൗഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 200 ഡേ ചലഞ്ച് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പൊതുവിജ്ഞാനം എന്ന ടോപ്പിക് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു ടോപ്പിക് സെക്ഷൻ പഠിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് PSC ക്രൗഡ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യമായിട്ട് സബ്സ്ക്രൈബ് കാണാം. ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവരല്ലേ, ഈ ചാനൽ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് അടിച്ചതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിലബസ് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ സിലബസിനെ കവർ ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഇതിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന 2023-24 മുൻവർഷ തെരഞ്ഞെടുത്ത ചോദ്യ പേപ്പറുകളും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള OMR ഷീറ്റും അതുപോലെ SCRT ക്വസ്റ്റ്യൻ ബാങ്ക് ഉൾപ്പെടെയാണ് നൽകുന്നത്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ അത്ര സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തുകൊണ്ടാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എന്തായാലും ഷോർട്ട് കട്ട് ആയിട്ട് ഇതിന് ഹെൽപ്പ് ആവുന്നതായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ പൊതുവിജ്ഞാനം ഏറെക്കുറെ കുറേ കാര്യങ്ങൾ ടോപ്പിക്സ് കംപ്ലീറ്റ് ആക്കി തീർന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേരള ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന സെക്കൻഡ് ടോപ്പിക് സെറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് പഠിക്കാനായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കിപ്പോകാം. അത് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതാണ് ഏത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ്? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് ഏത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ചോദിക്കുവാണെങ്കിൽ ആർട്ടിക്കിൾ 243 ആർട്ടിക്കിൾ 243 സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ. പഞ്ചായത്തിലേക്കുള്ള സമ്മതിദായക പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പുകൾ മേൽനോട്ട നിയന്ത്രണ ചുമതല വഹിക്കുക തുടങ്ങിയ സംസ്ഥാന ഗവർണർ നിയമിക്കപ്പെടുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തലവനായിട്ടുള്ള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിക്ഷിപ്തമാണെന്ന് പരാമർശിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243(1) എന്ന് പറയുന്നത് കേട്ടോ. പഞ്ചായത്തുകളിലേക്കുള്ള സമ്മതിദായക പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം നിയന്ത്രണ ചുമതലയും വഹിക്കുക തുടങ്ങിയവ സംസ്ഥാന ഗവർണറാൽ നിയമിക്കപ്പെടുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ തലവനായിട്ടുള്ള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാണെന്ന് പരാമർശിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 243(k) എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടവും നേതൃത്വവും നിയന്ത്രണവും മാതൃക പെരുമാറ്റച്ചട്ടങ്ങൾ രൂപീകരിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ എന്നിവയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. അപ്പൊ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടവും നിയന്ത്രണവും നേതൃത്വവും മാതൃക പെരുമാറ്റച്ചട്ടവും രൂപീകരിക്കലും വോട്ടർ പട്ടിക തയ്യാറാക്കലും ഒക്കെയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലയായിട്ട് വരുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. എന്തിലൂടെ? ഇംപീച്ച്മെന്റ് വഴിയാണ് കേട്ടോ. അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണെന്നും ഓർക്കുക. അപ്പൊ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിക്ക് മേൽനോട്ടം വഹിക്കുന്നതാണ് ഏത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 243(k) ആൻഡ് ആർട്ടിക്കിൾ 243(z)(a)യുമാണെന്ന് ഓർക്കുക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്ക് മുൻപാകെയാണ്. അപ്പൊ ഇത് തിരിഞ്ഞു പോകാതെ ഓർത്തിരിക്കണം കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്? ഗവർണർക്കാണ്. നിയമിക്കുന്നത് ഗവർണറാണ്, അതുപോലെ അത് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. എത്ര വരെയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണെന്ന് ഓർക്കുക. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എത്രയാ?
5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാ 1993 ഡിസംബർ 3-ാം തീയതിയാണ്. അനുച്ഛേദം 243 കെ പ്രകാരമാണ് നിലവിൽ വന്നിട്ടുള്ളത്. കേരളത്തിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ MSK രാമസ്വാമിയാണ് കേട്ടോ. MSK രാമസ്വാമിയാണ് കേരള സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രണ്ടാമത്തെ MS ജോസഫ് ആണെന്ന് കൂടി ഓർക്കുക. ഇനി കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പഠിക്കാം. കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്നതാണ് ഏത്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയും. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന PSC ഒരു അംഗസംഖ്യ നിശ്ചയിക്കുന്നതും ഗവർണറാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാ? അത് രാഷ്ട്രപതിയാണ് കേട്ടോ. അപ്പൊ സംസ്ഥാന സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്നതാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന PSC അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാ? പ്രസിഡന്റ് ആണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നതും ആർക്ക് തന്നെയാണ്? ഗവർണർക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ സംസ്ഥാന PSC ചെയർമാൻ അംഗങ്ങളും എന്താണ് രാജിക്കത്ത് നൽകുന്നതും സംസ്ഥാന PSC ചെയർമാൻ അംഗങ്ങളെ നിയമിക്കുന്നതും ഗവർണറാണ്. രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഗവർണർക്കാണ്. ഇവരെ നീക്കം ചെയ്യുന്നത് പക്ഷെ ആരായിരിക്കും? രാഷ്ട്രപതി തന്നെയായിരിക്കും. ഇതിന്റെ അംഗങ്ങളുടെ കാലാവധി PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് വരെയാണ്. എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് വരെയാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് 1936-ലാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് എന്നാ? 1936-ലാണ്. കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായതോ 1947-ലാണ് കേട്ടോ. കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1947-ലാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയ വർഷം 1956-ലാണെന്ന് ഓർക്കുക. അപ്പോൾ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയ വർഷം ചോദിക്കുകയാണെങ്കിലോ 1956-ലാണ്. തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാൻ GD നോക്സ് ആണ് കേട്ടോ. അപ്പൊ തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാൻ ആരാ? GD നോക്സ് ആണെന്ന് ഓർക്കണേ. അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ VK വേലായുധനാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാ? VK വേലായുധൻ. അപ്പൊ സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് 1936-ലാണ്. കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1947-ലാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനും കേരള പബ്ലിക് സർവീസ് കമ്മീഷനും ആയി മാറിയത് 1956-ലാണ്. തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാൻ ആരാ? GD നോക്സ് ആണെന്ന് ഓർക്കുക. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാ? പട്ടമാണ് കേട്ടോ. തുളസി ഭവനാണ്. തിരുവനന്തപുരത്തെ പട്ടത്തെ തുളസി ഭവനാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവർണർക്കാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാ? സംസ്ഥാന ഗവർണർക്കാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും കാലാവധിയെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം 316-ആണ് കേട്ടോ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും കാലാവധിയെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാ? അനുച്ഛേദം 316-ആണെന്ന് ഓർക്കുക. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം, സ്റ്റാഫിന്റെ എണ്ണം, സേവന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. ആർട്ടിക്കിൾ 318 പ്രകാരം. അപ്പൊ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളുടെ എണ്ണവും സ്റ്റാഫിന്റെ എണ്ണം, സേവന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാ? ഗവർണർക്കാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? 318 ആർട്ടിക്കിൾ പ്രകാരം. അപ്പൊ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരം തുളസി ഭവനാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവർണർക്കാണ്. ആർട്ടിക്കിൾ 323 പ്രകാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും കാലാവധിയെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം 316(2) സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ എണ്ണം, സ്റ്റാഫിന്റെ എണ്ണം, സേവന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാ? ഗവർണർക്കാണ്. ആർട്ടിക്കിൾ 318 പ്രകാരം. ഇനി ഭരണഘടനാ സ്ഥാപനങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പൊ ഭരണഘടനാ ഇതര സ്ഥാപനങ്ങൾ അറിഞ്ഞിരിക്കണം, ചോദിക്കാറുള്ളൂ കേട്ടോ. അപ്പൊ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ, കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ, അന്തർ സംസ്ഥാന കൗൺസിൽ, ചരക്ക് സേവന നികുതി കൗൺസിൽ, ജില്ലാ ആസൂത്രണ സമിതി, ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള
പ്രത്യേക ഓഫീസർ. ഇത്രയും എന്താണ്? ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഏതൊക്കെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, ദേശീയ പട്ടികജാതി, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ, കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അന്തർ സംസ്ഥാന കൗൺസിൽ, ചരക്ക് സേവന നികുതി കൗൺസിൽ, ജില്ലാ ആസൂത്രണ സമിതി, ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക ഓഫീസറൊക്കെ എന്താ? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഈ ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ ഏതൊക്കെയാ? നീതി ആയോഗ്, ലോക്പാല്, ലോകായുക്ത, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, NIA, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ എന്താ? ഭരണഘടന ഇതര സ്ഥാപനങ്ങളാണ്. ഏതൊക്കെയാണ്? നീതി ആയോഗ്, ലോക്പാൽ, ലോകായുക്ത, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, NIA, അതുപോലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ എന്താ? ഭരണഘടന ഇതര സ്ഥാപനങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, ഭരണഘടനാ സ്ഥാപനം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പേപ്പർ നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ചോദ്യം ഇതാണ്: സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ് ഇതിനകത്ത് ശരിയായ പ്രസ്താവന? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്ന ഗവർണറാണ്. ശരിയാണോ? പ്രസ്താവന ശരിയാണല്ലേ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രസ്താവന ശരിയാണോ? തെറ്റാണല്ലേ. ആരെ നിയമിക്കുന്നേ? നമ്മുടെ ഗവർണറാണ്. കാലാവധി 65 വയസ്സ് തികയുന്നവർ അല്ലെങ്കിൽ പരമാവധി 5 വർഷം തികയും. ശരിയാണോ? ശരിയാണ്. നമ്മൾ കുറച്ചു നേരം പഠിച്ചാർന്നല്ലേ. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 243K വകുപ്പ് പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത്. ശരിയാണോ? ശരിയാണ്. അപ്പൊ 1, 3, 4 ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം: സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തവ ഏതൊക്കെ? ഏതൊക്കെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലയിൽ പെടാത്തത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പ് നടത്തുക. ശരിയാണോ? ശരിയാണ്. തദ്ദേശ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. ശരിയാണോ? ശരിയാണ്. സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക. ശരിയാണോ? തെറ്റാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടത്തുക. തെറ്റാണ്. അപ്പൊ 3, 4 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? എന്നോട് പറഞ്ഞില്ല, 243K ആണ്. 243K. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത്? നിലവിൽ 1993 ഡിസംബർ 3 ശരിയാണോ? ശരിയാണ്. സംസ്ഥാന നിയമസഭ നിർമ്മാണ സഭയുടെ ഇലക്ഷൻ നടത്താനുള്ള അധികാരമുണ്ട്. തെറ്റാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ശരിയാണ്. ഷാജഹാൻ കേരളത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശരിയാണോ? ശരിയാണ്. തെറ്റ് പ്രസ്താവന ഏതാ? ഓപ്ഷൻ ബി 2 ആണല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാനെ കുറിച്ചിട്ടാണല്ലേ പഠിച്ചു പോയത്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന പേരിൽ പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയുള്ള മുഴുവൻ മെറ്റീരിയൽസ് നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഉത്തരം എന്ന രീതിയിലെ മെറ്റീരിയൽസ് മുഴുവൻ പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത വീഡിയോ ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.